ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചവ്വരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നമ്മൾ അരക്കപ്പ് അളവിലാണ് കേട്ടോ ചവ്വരി എടുക്കുന്നത്. അത് 2-3 വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം 1 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാൻ. പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുതിരാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചവ്വരി കുതിർക്കാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ടൊരു പാനിൽ 2 കപ്പോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് നല്ലോണക്ക് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന ചവ്വരിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ നമ്മൾ ഈ ചവ്വരി 3-4 വെള്ളത്തിൽ കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ കുഴഞ്ഞിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴേ ചവ്വരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ തിളപ്പിച്ച പാല് നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ല തിളച്ച പാല് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അതും ഇതുപോലെ അടിക്ക് പിടിക്കാതെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാലൊന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ശർക്കരയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പാലിന് പകരം നിങ്ങൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഈ മിക്സിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്കയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അവസാനം ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് കോരി ഇതിലോട്ടിട്ടാൽ സംഭവം തീർന്നു. ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ നോർമൽ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.